റേഡിയോയിലൂടെ ഇങ്ങനെ ഒരു വേദി നിന്ന് പാടുന്ന കാണാൻ തന്നെ വലിയ സന്തോഷമായിരുന്നു. അതുപോലെ ഭയങ്കര ഇമോഷണലായിരുന്നു. കാരണം ഇതൊക്കെ കുറേ നാൾ ആഗ്രഹിച്ചൊരു കാര്യം തന്നെയായിരുന്നു. ഇതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് പാടണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് അവസാനം അങ്ങനെ തന്നെ വന്ന് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്ത എൻ്റെ പേരൻസിനോട് എല്ലാവരോടും, ടീച്ചേഴ്സ് അതുപോലെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് സപ്പോർട്ടായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പാടുന്ന പാട്ട് കഥളി കൺകഥളി ലതാ മങ്കേഷ്കർ ജി പാടിയതാണ്. പിന്നെ ഇത് ഗ്രൂമേഴ്സ് ഒത്തിരി സഹായിച്ചിരുന്നു എന്ന് കറക്ഷൻസ്. അവരൊക്കെ ഒത്തിരി ഭയങ്കര ഡെഡിക്കേറ്റഡ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരികയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്തു. നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി ഫ്ലോറിൽ വരുമ്പം തയ്യാറി താരേ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമധമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ തയ്യാറി താരേ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമധമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ മുളയ്ക്കും കുളിർമുഖക്കുരു മുത്തുകൾ പോലെ തയ്യാറി താരേ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമധമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമധമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. അടിപൊളി. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ കിടിലൻ. താങ്ക് യു ചേട്ടാ. സാർ അനിറ്റ് സൂപ്പർ. താങ്ക് യു സർ. അതായത് ട്യൂൺ പഠിച്ച് പാടും, അതിൻ്റെ ബാക്കിയെല്ലാ ഭാവങ്ങളൊക്കെ പാടുന്നതിൻ്റെ ഒപ്പം ആ പ്രൊനൗൺസിയേഷൻ കൂടെ അങ്ങനെ അങ്ങോട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? ലതാ മങ്കേഷ്കർ നമ്മുടെ അത് ലതാജി എന്ത് പാടിയാലും നമുക്ക് ഓക്കെ. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടുള്ള ഏറ്റവും മഹാ ഗായികയാണ്. അവരെ ഒരു പാട്ടേ നമുക്ക് പാടിയുള്ളൂ, പക്ഷേ ആ പാട്ടാണ് പാടിയത്. അപ്പോൾ ഈ ഡിക്ഷൻ്റെ കാര്യം അവരെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തൊരു ഇഷ്യൂ അല്ല, അവർ പാടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മോഹമായിരുന്നത്. അത് സാധിച്ചു തന്നു അവർ. ഇപ്പം മോള് ഈ പാടിയപ്പോൾ അതേപോലെ നമ്മുടെ മലയാള ഭാഷ അറിയാത്ത മാതിരി ഇത് പാടിയിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റാണ് പാടുന്നതെല്ലാം. ഒരു നമ്മൾ വോയിസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ട്
അവർ പാടിയ ശബ്ദം അതല്ല, ഇതേപോലെയുള്ള ശബ്ദത്തിലല്ല അവർ പാടിയിരിക്കുന്നത്. അവരൊരു ഓപ്പൺ വോയിസിലാണ് പാടിയിരിക്കുന്നത്. മോള് പാടുന്നതും ഓപ്പൺ വോയിസിലാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇവർ കീബോർഡ് പ്ലേയേഴ്സിനോട് ചോദിച്ചറിയാം, ഒരു ഫിൽറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഗിറ്റാറിൻ്റെ പ്ലഗിനൊക്കെ ഇട്ടിട്ട് വോയിസ് ഒരു വേറെ മാതിരി ആക്കിയിട്ട് പാടില്ലേ, ട്വീക്ക് ചെയ്ത് പാടില്ലേ, അങ്ങനെ ഒരു ശബ്ദം. അത് മോളുടെ നാച്ചുറൽ ആയിട്ടുള്ള ശബ്ദം അങ്ങനെയാണ്, ഒരു പ്രത്യേക ശബ്ദമാണ്. അങ്ങനെ പാടുന്ന ഒരു ശൈലിയുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണെന്നറിയോ, ഇത് ലത മങ്കേഷ്കർ പാടിയിട്ടില്ല എന്നിരിക്കട്ടെ, ഒരു മലയാളി ഗായികയാണിത് പാടിയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ മോളാണിത് പാടുന്നതെങ്കിൽ, ഇപ്പൊ ഈ ട്യൂൺ മോളുടെ ശൈലിയിൽ ഒന്ന് പാടിത്തരാൻ പറ്റുമോ? നോർമൽ സിംഗിങ്, വാക്കുകളൊക്കെ മലയാളമായിരിക്കണം. ശരി, ഒന്ന് ഒരു ട്രയൽ. കദളി കൺ കദളി, അങ്ങനെ കദളി കൺ കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ. പൂമതമുള്ളൊരു പൂമതമുള്ളവരല്ല. കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ, കദളി കൺ കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. തീർച്ചയായിട്ടും എനിക്കിതാണ് ഇഷ്ടമായത്. അതായത് കേൾക്കാൻ സുഖം, മറ്റത് പെർഫെക്റ്റ് ആണ്. അവർ പാടി തന്നാണ് നമ്മളിവിടെ പാടുന്നത്, അവതരിപ്പിച്ചത്. അത് അനുവദനീയമാണ്, അങ്ങനെ തന്നെയാണ് പാടാൻ ശ്രമിക്കേണ്ടതും. പക്ഷെ നമ്മൾക്കും പാടാൻ സാധിക്കണം നമ്മുടേതായിട്ടുള്ള രീതിയിൽ. ഓക്കെ, ഇനിയുള്ള സ്റ്റേജിൽ അങ്ങനെ പാടുമ്പോൾ ഞാൻ പറയും, മോള് മലയാളത്തിൽ ശുദ്ധമായിട്ടത് പാടുക. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബട്ട് സിംഗിങ് വോയിസ് സൂപ്പർ. താങ്ക് യു സർ. താങ്ക് യു സർ. അഞ്ജൻ, അനീറ്റ നന്നായി പാടി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആള് നല്ല കോൺഫിഡന്റ് ആയിരുന്നു. ആ പാട്ട് തുടങ്ങുന്ന പോലെ അവസാനിക്കുന്നത് വരെ ഒരു ചിരി മെയിൻറ്റെയിൻ ചെയ്തു. കോൺഫിഡന്റ് ആയിട്ട് നിർത്തി കഴിഞ്ഞപ്പോഴും പാട്ട് തീർന്നപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ നന്നായിട്ട് പാടി എന്നുള്ള ഹാപ്പിനെസ് ഉണ്ട്. അത് ഫാന്റാസ്റ്റിക്. ആസ് എൻ ആർട്ടിസ്റ്റ് അത് വളരെ ആവശ്യമാണ്. കാരണം മോളെ സംബന്ധിച്ചിടത്തോളം മോള് എങ്ങനെയാണോ ആ പാട്ട് ഇവിടെ വന്ന് പാടണം എന്ന് ആഗ്രഹിച്ചത് അതുപോലെ പാടി. നന്നായിരുന്നു. ഇതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. സാർ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ചില വാക്കുകൾ ഇപ്പൊ നമ്മള് ഒരാൾ പാടുന്നത് കേട്ട് പാടുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ വാക്കുകൾ അങ്ങനെയായിരിക്കും പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ നാ എന്നുള്ളത് ചിലപ്പോൾ നാന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ അന്യഭാഷയിൽ നിന്നും വരുന്ന കുറേ പേര് കുറേ പാട്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ, നമ്മൾക്കറിയാലോ ഭാഷ, നമുക്കത് അറിയാവുന്ന സ്ഥിതിക്ക് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ രീതിയിൽ അതിനെ പാടിക്കൊണ്ടുവരണം. സിംഗിങ് സ്റ്റൈൽ ഇപ്പൊ തന്നെ സാറ് പറഞ്ഞപ്പോഴത്തേക്ക് മോള് മാറ്റി പാടിയില്ലേ, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ ഒരു നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് ഉടനെ അതുപോലെ തിരിച്ച് പാടാൻ പറ്റണം. അത് നന്നായിട്ട് പാടുകയും ചെയ്തു. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് ലതാ മങ്കേഷ്കർ പാടുന്ന ആ ഒരു ടോണും, അതേപോലെ ഈ കുട്ടി അല്ലെങ്കിൽ ആശാ ജി പാടുന്ന ഒരു ടോണും ഒന്ന് മിമിക് ചെയ്യാൻ പറ്റുമോ? ഒരു റിക്വസ്റ്റ് ആണ്, നിർബന്ധിക്കില്ല. ഒന്ന് ട്രൈ ചെയ്യാം. കദളി കൺ കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ, കദളി കൺ കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ, കദളി കൺ കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ, കദളി കൺ കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. അതെന്താന്ന് വെച്ചാല് അവര് രണ്ടുപേരും ലെജൻഡ്സ് ഓഫ് സിംഗിങ് ആണ്. ഒരേ ഫാമിലി എന്നുള്ളവരാണ്. സാമ്യതയുള്ള ശബ്ദങ്ങളാണ് രണ്ടുപേരുടെയും. പക്ഷെ അത് വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഒരാൾ പാടുമ്പോൾ ആകാരം ആയാണ് അവരുടെ ഒരു വേ ഓഫ് സിംഗിങ്. ആശാജി പാടുമ്പോൾ അവരുടെ മൗത്തിന്റെ പ്ലേസ്മെന്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ പാട്ടുകൾ പുറത്തു വരുമ്പോൾ അതിന്റെ ഒരു കളർ മാറും. ഇത്രയും അധികം ലെജൻഡ്സ് നമ്മൾ ആസ് എ മ്യൂസിഷ്യൻ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ അവരുടെ പാട്ടുകൾ പഠിക്കുമ്പോൾ അവരെങ്ങനെയൊക്കെയാണ് അവരുടെ പാട്ട് പാടിയിരിക്കുന്നത്, അതിനെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ വ്യത്യസ്തമാക്കാം. ലതാജി അപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ്, ആശാജി അപ്പൊ ഇങ്ങനെയാണ്. നമ്മളിപ്പോ അതുപോലെ പാടിക്കഴിഞ്ഞാൽ അതുപോലെയല്ലേ ആവുള്ളൂ. നമ്മൾ എങ്ങനെ അതിനൊരു മാറ്റം വരുത്തും? ആശാജി പറഞ്ഞ ഒരു കാര്യം കൂടിയാണത്. ലതാ ദീദി ऐसे गाती हैं तो मैं ऐसे गाऊंगी तो आई विल लुक सिमिलर.
ഹൗ ക്യാൻ ഐ ചേഞ്ച്, ഞാൻ എങ്ങനെ എൻ്റെ ശബ്ദം മാറ്റി ഇങ്ങനെ ആക്കാമെന്ന് അവർ ചിന്തിച്ച് കൊണ്ടുവന്ന ഒരു സംഭവമാണത്. അപ്പൊ അതുപോലെ മോൾക്ക് ഇപ്പോൾ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പൊ സാർ പറഞ്ഞപ്പോഴത്തേക്ക് ആ അക്ഷരങ്ങൾ മാറിയപ്പോൾ തന്നെ അതിന്റെ പാട്ടിന്റെ ഒരു ഇത് മാറി, കളർ മാറി. അതുപോലെ ഇതുപോലത്തെ പാട്ടുകൾ നിങ്ങൾ എടുത്ത് പാടുമ്പോഴത്തേക്ക് നിങ്ങളുടേതായ ഒരു ശൈലി വരുമ്പോൾ നിങ്ങളുടേതായ പ്രൊനൗൺസിയേഷൻ, നിങ്ങളുടേതായ ബോഡി ലാംഗ്വേജ് ഉണ്ട് ഒരു പാട്ടിന്. നമ്മൾ എങ്ങനെയാണോ ആ ബോഡി ആ പാട്ടിൽ വരും. ഇതൊക്കെ നിങ്ങളുടെ ഐഡന്റിറ്റി ആയി മാറും. അങ്ങനെയും കൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, ഈ സ്റ്റേജ് വരെ നിങ്ങൾ എല്ലാവരും പഠിച്ച പാട്ടുകൾ ഇനി പാടിക്കൊണ്ടിരിക്കുന്നു. അതിലിനി മാറ്റം വരുത്തേണ്ടത് എന്താ? നിങ്ങളുടെ ശബ്ദത്തിൽ, നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ഇതേ പാട്ട് പാടുക. ഔസേപ്പ് ബച്ചൻ സാറിന്റെ ഒക്കെ പാട്ടുകള് സംഗതിയൊക്കെ സെയിം ആണ്. സംഗതി ഒന്നും മാറ്റണ്ട. നിങ്ങളുടെ ശൈലി എങ്ങനെ വരും എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, നന്നാവട്ടെ. എങ്ങനെ കണക്കുകൂട്ടലൊക്കെ ശരിയായോ? അല്ല, ആഗ്രഹിച്ച പോലെയാണോ ഞങ്ങളൊക്കെ സംസാരിച്ചത്? ആണോ? അതെ അതെ. കഴിഞ്ഞ പ്രാവശ്യം എത്ര മാർക്ക് കിട്ടിയേ? 90. ഇപ്രാവശ്യം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കായിരിക്കും കേട്ടോ. ഓക്കെ. ഫസ്റ്റ് പിന്നെ സോങ് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം എന്തൊക്കെയാണ് ഫീഡ്ബാക്സ് കിട്ടിയത്? ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. അപ്പൊ ഇങ്ങനെ അടിപൊളിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാ. ഓക്കെ, മാർക്ക് മറ്റേതൂടെ കിട്ടുമ്പോൾ ഞങ്ങൾ കൂട്ടിപ്പിക്കാം. ഓക്കെ, ബൈ. എൻ്റെ പേര് ശ്രാവൺ. ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരളയുടെ എൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇതുപോലൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്നുള്ളത്. ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് വോയിസ് ഓഫ് കേരളയിൽ സാധ്യമായി. ഭയങ്കര സന്തോഷം. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ പാടിയത് ഒരു മെലഡി സോങ് ആയിരുന്നു, സ്വയംവര ചന്ദ്രിക. ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഫാസ്റ്റ് സോങ് ആണ്, ജില്ലം ജില്ലാല എന്ന് പറഞ്ഞ ഹണിബീലത്തെ സോങ് ആണ് പാടുന്നത്. ഈ പാട്ട് ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ സ്റ്റേജിൽ പാടിയിരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് ഈ സോങ്. അപ്പോൾ അതാണ് ഞാൻ സെക്കൻഡ് റൗണ്ടിൽ പാടാൻ പോകുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്താവും എന്നറിയില്ല. എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കും എന്തായാലും. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മേൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരം ഡോരുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടയും കൊട്ടി കാത്തിരിക്കും നേരം വന്നേ. ജില്ലം ജില്ലാല ഹേ ജില്ലം 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 ജില്ലാല, ഹേ ജില്ലം 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 ജില്ലാല, ഹേ ജില്ലം 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 ജില്ലാല, ഹേ ദിത്തന 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 ജില്ലം ജില്ലാല. ജില്ലം ജില്ലാലാഹോ ജില്ലാലാഹോ ജില്ലം ജില്ലാലാഹോ. കണ്ണിൻ മുള്ളും കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ടേ കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തിരുന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ആശപ്പൂം കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് നിന്നു കെട്ടിക്കൊണ്ടേ പോകാം. ജില്ലം ജില്ലാല ഹേ ജില്ലം 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 ജില്ലാല, ഹേ ജില്ലം 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 ജില്ലാല, ഹേ ജില്ലം 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 ജില്ലാല, ഹേ ദിത്തന 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 ജില്ലം ജില്ലാല. നാളെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ
മച്ചാനേ നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടേ കുട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല ജില്ലം 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 ജില്ലാല ജില്ലം 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 ജില്ലാല ജില്ലം 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 ജില്ലാല ജിത്തന നിത്തന 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 ജില്ലം ജില്ലാല കുട്ടാ പൊളി വൈബ് കിർലോസ്കി സൂപ്പറോസ്കി അടിപൊളി സാർ. ശ്രാവൺ കട എടുത്തുകൊണ്ട് പറയാണ് നല്ല ശ്രവണ സുന്ദരമായിരുന്നു. താങ്ക് യു സർ. റാസ കോമഡിയിലേക്ക് വരുന്നുണ്ട്. ഗംഭീരായിട്ട് പാടി. താങ്ക് യു സർ. അടിപൊളി. ദീപക് ദേവിന്റെ നല്ലൊരു അടിപൊളി ഗാനമാണ്. അടിപൊളി ഗാനം സാധാരണ ഗാനങ്ങളെ കൂട്ടി ഈ ഗാനത്തിന് ഇത്തരം പാട്ടുകൾ നമ്മൾ കുറേ ഉണ്ട് അടിപൊളി. പക്ഷെ ആ അടിപൊളി ഉള്ളില് ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ അതിൻ്റെ മെലഡിയിലായാലും അതിൻ്റെ അറേഞ്ച്മെൻറ്റിലായാലും ദീപകിന് സാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് പ്രോഗ്രാം ചെയ്ത് നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പാട്ടാണിത്. പാടാൻ ഇത്തിരി എന്താ പറയുക, നമ്മൾ ഈ ജിംനാസ്റ്റിക് പോലെ കുറച്ച് പരിപാടികളുണ്ട്. പെട്ടെന്ന് കുറേ ലോല് പാടും, പെട്ടെന്ന് ഹൈല് പാടും. ഇങ്ങനെ പാടുമ്പോഴൊക്കെ മോൻ കറക്റ്റ് പിച്ചിൽ ലാൻഡായി. അതാണ് അതിൻ്റെ ഒരു പ്ലസ്. ഇതിനെ കണ്ടിട്ട് നീ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു ചിന്തിച്ചില്ല കേട്ടോ. അത് എന്തത് നല്ലൊരു ഡാൻസറാ. കുറെ സാധനമൊക്കെ ഇട്ട് ഒരുപാട് സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങള്. അല്ല, നല്ല സ്റ്റൈൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രഭുദേവ, കുട്ടി പ്രഭുദേവ. ഇത് പറഞ്ഞിട്ട് പോവും. പിള്ളേർക്ക് കിടക്കപ്പുറത്ത് കാണത്തില്ല ഇനി പ്രഭുദേവ വരുന്നൊക്കെ. അല്ല, ഇതൊക്കെ തമാശക്ക് പറഞ്ഞാലും പാട്ട് സീരിയസ് ആയിട്ട് പറയുന്ന നന്നായിട്ട് പാട്ട്. താങ്ക് യു സർ. അടിപൊളി. താങ്ക് യു സാർ. മഞ്ചേരി ജഗബോഗോസ്കി. ഓ താങ്ക് യു. എന്താ പറയാ വേറെ, എന്തായിരുന്നു ഇവിടെ, അടിച്ചു പൊളിച്ചു. ഞാൻ ആദ്യം വേറൊരു പാട്ടിൽ കോറസ് പാടുമ്പോൾ ഡാൻസേഴ്സിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ വെച്ചു ഒരു അനക്കും ഇല്ലാണ്ട് നിൽക്കായിരുന്നു അവിടെ. ഇതിന് വേണ്ടിട്ടാ ഞാൻ ഒറ്റയ്ക്ക് സ്കോർ ചെയ്യും. കൂട്ടത്തിൽ ഞാൻ ചെയ്യില്ല, ഇവന്മാര് കണ്ട് ചെയ്താലോ. അല്ല, ഈ പാട്ട് എന്താണെന്നറിയോ, ഒന്നാമത് ഈ പാട്ട് ഭയങ്കര ഒരു ഓളമുള്ള പാട്ടാണ്. അതിന്റെ കൂട്ടത്തിൽ ഇത് പാടാൻ നിൽക്കുമ്പോഴും നമുക്ക് ഒരു ആവേശം ഉണ്ടാവും. ഈ കോറസുകാർക്കാണ് ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടായിരുന്നത്. അവര് മുട്ടി നിൽക്കുക മുമ്പിലോട്ട് വന്ന് ഡാൻസ് കളിക്കാൻ. അവസാനം ഒരു അവസരം കിട്ടിയത് കൊണ്ട് ചാടിക്കേറി വന്നു എല്ലാവരും. ഗംഭീരായി. ഇത് ശരിക്കും ഒരു പവർ പാക്ഡ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. താങ്ക് യു ചേച്ചി. ഒരുപാട് ആട്ടവും ചാട്ടവും ഒന്നും ഇല്ലെങ്കിലും സംഗീതത്തിലൂടെ, ശബ്ദത്തിലൂടെ ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്തു. ജീവ എന്തായിരുന്നു ജീവ ഇത്? എന്തായിരുന്നു അത് ലാസ്റ്റ് നിർത്തണമല്ലോ. അങ്ങനെ ഞാൻ ജീവ ആരുടെയും മുഖത്തേക്ക് നോക്കുന്നില്ല, ഫുൾ ടൈം താഴെ. ഞാൻ എന്തോ പേപ്പറിൽ നോക്കി, ഞാൻ കണ്ടില്ല. അയ്യോ സാർ, അതൊന്നും കാണാൻ തീപ്പെട്ടിക്കോലെ വരയ്ക്കുമ്പോ കത്തുമ്പോ കെടുക്കും. അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് കാണിച്ചു കൊടുക്കും പ്ലീസ്. എനിക്കിത് ഇത്രയും ആഗ്രഹമുണ്ട് അത് കാണാൻ. എന്റെ അടുത്ത് പറഞ്ഞു, മനസ്സിലായി. ആ സമയത്ത് നമ്മള് വന്നതാണ്, മറന്നുപോയി. സാറും പിന്നെ മഞ്ചേരിയൊക്കെ നേരത്തെ പറഞ്ഞില്ല, അത് പാടുന്ന സമയത്ത് നമുക്ക് ദൈവികമായ, അതേപോലെ ഞാൻ വന്നപ്പോ ഞാൻ അറിയാതെ എന്നിലേക്ക് ഏതോ ഒരു ശക്തി, പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ആ മ്യൂസിക് ഒന്ന് ഇട്ട് കൊടുക്കും, ആ ശക്തി ഞങ്ങൾക്ക് ഒന്ന് കാണണം. അല്ല, അതൊന്ന് ഞാൻ കളിക്കാം. ഇല്ല, എനിക്ക് ഒരു നാണം ഇല്ലാത്തവരെ ഞാൻ കളിക്കും. ഇല്ല, വാക്ക് പറഞ്ഞ വാക്ക് ഇല്ല, ഞങ്ങള് വാക്കെടുക്കില്ല. കൈവിട്ട ആയുധം വാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെയാവോ? ഏതാ? അതിനി ഒന്ന് മുകളിലേക്ക് നോക്കിക്കൂടെ പറഞ്ഞു. അതറിയില്ലേ? ഇല്ല. എനിക്കൊരു 16-17 വയസ്സ് പ്രായം. യങ്. എല്ലാവരും കൂടി പറഞ്ഞു ഇയാള്. അപ്പൊ എന്റെ കയ്യിൽ ഒരു വയലിനൊക്കെ ഉണ്ട്. പ്രാക്ടീസ് ചെയ്യാറൊന്നുമില്ല. ഇടയ്ക്കൊന്ന് മുട്ടി നോക്കും. മറ്റുള്ളവർ, എൻ്റെ ജ്യേഷ്ഠനൊക്കെ വായിക്കുമായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ കുറേശ്ശെ വായിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ പരിജ്ഞാനമൊന്നുമില്ല. ഞാൻ പിന്നെ നമ്മൾ പോകുന്നിടത്തൊന്നും വയലിനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട് വയലില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ അവർ കൂട്ടുകാരൊക്കെ പറഞ്ഞു, എപ്പോഴും പറയും എന്നെ, ഞാൻ വരുമ്പോൾ അന്നൊന്നും വയലിൻ വായിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം എന്നെ വയലിൻ ഇഷ്ടം, വയലിൻ വായിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കോളൊക്കെ വെച്ച് അത് ആസ്വദിച്ചു, ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. പിന്നെ ഒരുമിച്ചൊരു ടൂറ് പോയി ആ ചെന്ന സ്ഥലത്തൊരു വയലിനിരിക്കുന്നു. എല്ലാവരും കൂടി പറഞ്ഞു അത് വായിക്കാനാ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഒരുപാട് ഇത് നന്നായിട്ട് വായിക്കുമെന്നുള്ളൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക്. എന്ത് ചെയ്യും,
ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജീവ കാണിച്ചു തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് പനിയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ. എടുക്കുമ്പോ കൈ വിറയ്ക്കും. പക്ഷേ ആ ഒരൊറ്റ കാര്യമാണ്, ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് തുടങ്ങിയ വായനയാണ് വയലിൻ. ഇനി ജീവിതത്തിൽ തോൽക്കില്ല. അങ്ങനെയാണ് അതിലേക്ക് ഭയങ്കരമായിട്ട് ആവേശം കയറി ആ സ്ഥലത്ത് നിന്ന് പോകേണ്ടി വന്നു. താങ്ക്സ് ടു ദാറ്റ് ഫ്രണ്ട്സ്. അതാണ് നേരത്തെ പറഞ്ഞ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. അതെ, കറക്റ്റ്, സത്യം. അതേമാതിരി ജീവ ഉറപ്പായിട്ടും. വേറെ രക്ഷപ്പെടാൻ ഒരു അവസരം ഇല്ലെന്ന് തോന്നുമ്പോ ഞാൻ അടവറക്കുന്നതായിരിക്കും, കളിച്ചിരിക്കും. ഓക്കെ. അപ്പോ ശ്രാവൺ കുട്ട, ഫസ്റ്റ് പിന്നെ പാട്ട് ടെലികാസ്റ്റ് ആയി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ എന്താ ഞാൻ ചോദിക്കാതെ എന്നോട് പറയാത്തെ? കണക്കാണോ? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും കൊളീഗ്സ് ആയാലും എല്ലാവരും ഭയങ്കര ഹാപ്പി. ഞാനിവിടെ എത്താൻ വേണ്ടിട്ട് വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും അവർ കുറെ ആഗ്രഹിച്ചിരുന്നു, എന്നെക്കാട്ടും കൂടുതൽ അവർ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഇതേപോലെ ഒരു വേദിയിൽ എനിക്ക് പാടാൻ പറ്റിയത് അവർ കാണുമ്പോൾ അവർക്ക് ഹാപ്പിനെസ്, അത് ചെയ്യാൻ പറ്റിയില്ല എനിക്കൊരു ഹാപ്പിനെസ്. ഈ പാട്ടും കൂടെ ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പിന്നെയും ഡബിൾ ഹാപ്പിനെസ്. ഫസ്റ്റ് പിന്നെ പെർഫോമൻസിന് എത്ര മാർക്കായിരുന്നു? എനിക്ക് 82. അപ്പൊ ഇതില് ഹൈഡാട്ടോ. അപ്പം നമുക്ക് അടുത്ത പെർഫോമൻസിൽ കാണാം. ഓക്കെ, ബൈ. ഹായ്, ഞാൻ അസ്ന ഖാൻ. വോയിസ് ഓഫ് കേരളയുടെ ആദ്യ റൗണ്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. മഞ്ജരി മാമിൻ്റെയും ഔസേപ്പച്ചൻ സാറിൻ്റെ മുമ്പിൽ എനിക്കൊരു പാട്ട് പാടാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അത് മാത്രമല്ല, എനിക്കെൻ്റെ പേരൻസിൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ പാട്ട് ടി വിയിൽ കാണാൻ പറ്റുന്നതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ വോയിസ് ഓഫ് കേരളയിൽ വന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ടെലികാസ്റ്റ് ആയപ്പോഴാണ് എല്ലാവരും കണ്ടിട്ട് എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ എടുത്തേക്കുന്ന സോങ് മാനത്തൊരു പൊൻതാരകം എന്ന് പറഞ്ഞ ചിത്രാമ്മ പാടിയൊരു പാട്ടാണ്. കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ആണത്. അപ്പം പിന്നെ അതെടുക്കാമെന്ന് ഓർത്തു. മാനത്തൊരു പൊൻതാരകം മഞ്ചാടി മണി
അസ്ന നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പാടുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു, പാടുന്നത് കേൾക്കാനും നല്ല ഭംഗിയായിരുന്നു. വളരെ പെട്ടെന്ന് എല്ലാവർക്കും പഠിച്ച് പാടാൻ പറ്റിയ, വളരെ സ്ലോ ആയിട്ട് പാടാൻ പറ്റിയൊരു പാട്ട്. ഇത്രയും ധൈര്യം ഞാൻ ചാൾ ശോഭരാജി പോലും കണ്ടിട്ടില്ല. കമോൺ സാർ. അസ്ന തകർത്ത് പാടി. അസ്ന പാട്ട് പാടി കഴിഞ്ഞിട്ടുള്ള ഒരു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു ചാട്ടം. അതിലെനിക്ക് കോൾഡ് ഉണ്ട് ഓൾറെഡി. അപ്പം ഇത് അതുകൊണ്ടാണോ ചാടിയത്? അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ പാടാൻ പറ്റുമോ? അത് കഴിഞ്ഞപ്പോ ഒരു പ്രതീക്ഷിച്ച പോലെ പാടാൻ പറ്റിയോ? കുഴപ്പമില്ല. ഓരോ പാട്ടിനും ഓരോ അവരുടെ ഡയറക്ടർ പറഞ്ഞ് ആ സംഗീത സംവിധായകൻ ഉണ്ടാക്കി പാടുന്നു. പക്ഷെ പെട്ടെന്ന് അതെല്ലാം കറക്റ്റാണ്. സിറ്റുവേഷൻ അങ്ങനെ ഒരു സ്പീഡിലൊരു പാട്ട് വേണം. നമ്മൾ പണ്ടത്തെ ഒരു പാട്ടില്ലേ, എന്താണ് സംഗീത പമകരി, അപ്പം അതൊക്കെ അന്ന് കാലത്തും ഉണ്ട്. അപ്പോൾ ഒരു സ്പീഡായിട്ടുള്ള പാട്ട്. അപ്പോൾ എനിക്കിത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇപ്പൊക്കെ ഡിജിറ്റലായി പെൻ ഡ്രൈവ്. പണ്ട് കാലത്ത് നമ്മൾ ടേപ്പ് റെക്കോർഡിലാണ് പാട്ട് കേൾക്കുക. പെട്ടെന്ന് ചിലപ്പോൾ ഈ ടേപ്പ് റെക്കോർഡ് സ്പീഡാവും. സ്പീഡാവുമ്പോൾ ഒരു പാട്ട് കേൾക്കില്ലേ, ആ സ്പീഡിൽ പാട്ട് കേൾക്കുന്ന പോലെയാണിത്. അത് പക്ഷേ ഇറ്റ്സ് വെരി ടഫ്, വെരി ടഫ്. വാക്കുകളൊക്കെ നാക്കിൽ ഉടക്കി. പക്ഷേ എനിക്ക് എസ്പെഷ്യലി ഇത് ലാസ്റ്റ് ഒരു പോർഷനുള്ളൂ, ആരംഭ പള്ളിക്കൂടം മാരൻ്റെ പൂന്തോപ്പ്, ആ ഒരു 4 ലൈൻ സ്റ്റാൻസ, ഫുൾ സ്റ്റാൻസ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് പാടിയത്. അതിൽ ട്യൂണിങ്ങിൻ്റെ കുഴപ്പങ്ങളോ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ വാക്കുകളും മാക്സിമം. ഇതിനപ്പുറത്ത് ആ വാക്കുകൾ എത്ര നന്നായിട്ട് ഉച്ചരിച്ചാലും നമ്മളുടെ കാതിൽ ചിലപ്പോൾ വീഴാൻ ബുദ്ധിമുട്ടാണ്. അത്രയും സ്പീഡിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും അടുത്ത വരി വരികയല്ലേ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പാടി. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചെറിയ ട്യൂണിങ്ങിൻ്റെ ചെറിയ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് മാനത്തൊരു പൊൻതാരകം പാട്ട് തുടങ്ങുന്നിടത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോർഷനിൽ മാത്രം എന്താ കുറച്ചൊരു പിച്ച് ഇങ്ങനെ അത് മാത്രം ശ്രദ്ധിക്കണം. പാട്ടിന്റെ തുടക്കമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ സ്പീഡിൽ വരുന്ന പോർഷനിലൊക്കെ അടിച്ചു പൊളിച്ചു. നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ പാടിയ പാട്ടിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവണം. അത് മോൾക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കും സന്തോഷം തന്നെയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അഞ്ജലി. അസ്ന അസ്ലായിട്ട് പാടി. അസ്ന അസൽ. കോമഡി എനിക്കിതൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ, കാരണം ബാക്കിയൊക്കെ പറഞ്ഞു. നമുക്ക് പ്രാസ കോമഡി ഒക്കെ അടിച്ചിരുന്നാല ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് മാപ്പിള പാട്ടുകളുടെ ഒരു ഈശ്വല് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ടോട്ടലി ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. ഓരോ ഭാവങ്ങളാണ് ഓരോ പാട്ടിനും. അപ്പൊ ഈ പാട്ട് ശരിക്കും ആ കോറസിന്റെ കൂടെയൊക്കെ ഭംഗിയായിട്ട് പാടി. കോറസ് നല്ലോണം സപ്പോർട്ട് ചെയ്തു അവളെ, അസ്നേനെ. പിന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ചിന്നി ചിന്നി അല്ലേ പാടിയത്, അതിൽ ഒരു മലയാളി അല്ലാത്ത ഒരാൾ പാടുന്ന പോലെ ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ല, ഇതൊരു അസലൊരു മൊഞ്ചത്തിയായ ഒരു മലയാളി കുട്ടി പാടുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല പാട്ട്, ഇഷ്ടമുള്ളൊരു പാട്ട്. എനിക്കിത് കേട്ടപ്പോൾ ഒരുപാട് മാപ്പിള പാട്ടുകൾ, ഞാൻ വളർന്നത് മസ്കറ്റിലാണ്. അപ്പം അവിടെ ഇങ്ങനെ കുറേ മാപ്പിള പാട്ടുകളൊക്കെ കേൾക്കുമായിരുന്നു ഒരുപാട്. ഇതുപോലത്തെ പാട്ടുകൾ ഇഷ്ടം പോലെ. ദർജപ്പുമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. ദർജപ്പുമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. സംകൃതമോടെ തിരു സ്വർഗനകർക്ക് ഗഞ്ചത്തെ സുന്ദര ഹൂറിനെ സചിത്ര മുത്തൊരു ഗഞ്ചത്തെ വിൻകതിരോനുവിൻ പഴങ്കതിരോനിൻ മുഞ്ചത്തെ വിണ്ടിടും മുടി വര സംഗതി കൊണ്ട് തുഞ്ചത്തെ ഉണ്ണുന്നേ മുടി വണ്ടിറ കൊത്ത കറുപ്പ് പെരുപ്പം മിന്നുന്നേ മൂടഞ്ഞിട്ട കുനിത്തത കെട്ടടിച്ചിട്ടാൽ പിന്നുന്നേ അണപേടുമാടം പടി വര സുത്ത കമനൽ വളവൊത്ത മികനു സലം വട്ടത്തിലെ വതർ മട്ടത്തിരുമുഖ തകതകജ തങ്കത്താദ്യം കീണ കൃതി കീട്ട സംസരിതം കീല തകധീമി താളം കൃത ജുഞ്ചുവൃതം സ്വർഗത്തലമേലെ പല ധുനി കളിച്ചിരി കുഴലികൾ സംകൃത പമകരി തങ്കത്തുങ്കത്താദ്യം കീണ തിംകൃത ധിമിക്കിടമേളം തകദന്തരി സരിഗമ തകൃജത്തക്കിങ്കിങ്കിണ തിംതിമി താളം കൃതതാളം സംകൃത പമകരി തങ്കത്തുങ്കത്താദ്യം കീണ തിംകൃത ധിമിക്കിടമേളം തകദന്തരി സരിഗമ തകൃജത്തക്കിങ്കിങ്കിണ തിംതിമി താളം കൃതതാളം തിംതിമി താളം കൃതതാളം തിംതിമി താളം കൃതതാളം. എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ് മാപ്പിള പാട്ടുകൾ.
അപ്പം മോൾ ഇത് കൊണ്ടുവന്നത് കൊണ്ടാണ് ആ ഒരു ഇതിലേക്ക് പോയത്. കൂടുതൽ പറഞ്ഞാൽ ഞാൻ കുറേ പാടിപ്പോവും, അതുകൊണ്ട് മാർക്കിലേക്ക് പോവാം. മാർക്ക് ഇല്ല, ഞങ്ങൾ ഇട്ട് വെക്കാം. ഇട്ട് വെച്ചോളൂ. പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്? എല്ലാവർക്കും സന്തോഷം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്, മീൻസ് എൻ്റെ ഉമ്മാക്കാണ് ഏറ്റവും ആഗ്രഹം ഞാൻ ഒരു സിംഗറായി. എന്നെക്കാളും ആഗ്രഹം എൻ്റെ ഉമ്മാക്കാണ്. ഉമ്മ പാടുവോ? ഉമ്മ എന്നോട് പാടുന്ന പക്ഷെ ഞാൻ കേട്ടിട്ടില്ല, ഇല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പാടും, ഉമ്മക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അപ്പൊ ഉമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ വീഡിയോ അയച്ചു കൊടുക്കുകയും അങ്ങനെ ഇവിടെ എത്തിയത്. അപ്പൊ ഉമ്മ ഇങ്ങനെ എല്ലാവരോടും വിളിച്ചിങ്ങനെ പറയും എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷം എല്ലാവർക്കും. അങ്ങനെ റിലേറ്റീവ്സ് ഒക്കെ വിളിച്ചു, എല്ലാരും ഹാപ്പി. എന്തായാലും മൊഞ്ചത്തിയായിട്ട് ഉഷാറായിട്ട് പാടി. താങ്ക് യു ചേച്ചി, താങ്ക് യു. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതിനുള്ള ചെറിയ ടിപ്പാണത്, എൻ്റെ ടിപ്പല്ല, ടിപ്പ് ഇവിടുന്ന് കിട്ടിയില്ലേ. അതായത് ഇപ്പോ എന്ത് മനോഹരമായിട്ടാണ്, നമുക്ക് അൺബിലീവബിൾ ആയിട്ടാണ് ഓരോ പാട്ടുകളും ഇവിടെ മഞ്ജരി ചേച്ചി പാടിത്തരുന്നത് അല്ലേ? അത് കേട്ടിട്ട് നിങ്ങൾ കൈയടിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഓടുന്നുണ്ടാ, എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്താണ് ചിന്തിച്ചത്? എന്താ ചിന്തിച്ചേ? മഞ്ജരി ചേച്ചി അത് പാടിയപ്പോ എന്താ ചിന്തിച്ചേ? ഞങ്ങളും ഇതേപോലെ പാടി വരും. പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾക്കും പാടാൻ പറ്റണം. ഇത് പാടി കാണിക്കല്ലേ? ഒരു വ്യക്തി ഒരു മനുഷ്യനല്ലേ? അതെ, ഒരു ഹ്യൂമൻ ബീയിങ് ആണ് പാടുന്നത്. അപ്പൊ നമുക്കും പാടും. നമ്മള് മ്യൂസിക് പഠിച്ചാൽ നമുക്കും പാടാൻ പറ്റും. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ നിന്ന് കാണിച്ചു തരുന്നത്. അതാണ് അതിന് എടുക്കേണ്ടത്. ഓക്കെ, കൈയടിച്ചിട്ട് കാര്യമില്ല, അതേമാതിരി വരണം. യു ഷുഡ് പ്രോമിസ്. വോയിസ് ഓഫ് കേരളയിൽ നിന്ന് പോകുമ്പോൾ അതൊരു പ്രതിജ്ഞ എടുത്തിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പം മാർക്കില്ല, ഹൈഡ് ചെയ്ത് വെച്ച് കാണാം. നമുക്ക് എലിമിനേഷനിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ അസ്ന. ആദ്യത്തെ പാട്ട് പാടി ഇറങ്ങി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. വളരെ സന്തോഷമായി. കൂട്ടുകാരെല്ലാം വിളിച്ചു, എല്ലാ സ്വന്തക്കാരായാലും എല്ലാം വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ഇതുപോലെ പാടാൻ പറ്റുമെന്നോ, ഇതുപോലെ ജഡ്ജസ് നമുക്ക് മാർക്ക് തരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ളതല്ലാതെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അടുത്ത റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് ദേവദാരു പൂത്തു എന്ന് പറഞ്ഞ പാട്ടാണ്. നല്ലൊരു പാട്ടാണ്, നല്ലൊരു അനുഭവം ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ പഠിച്ചിട്ടുണ്ട്. നല്ലൊരു അഭിപ്രായമായിരിക്കും പറയുന്നതെന്ന് വിശ്വസിക്കുന്നു ജഡ്ജസ്. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാ തെളിമാനം പൂത്ത നിശീഥിനിയിൽ, ദേവദാരു മനസ്സിൻ താഴ്വരയിൽ.
വിരിയും പൂങ്കിനാവുമായി ചാരേ നിന്നു തപസ്വിനി. വിരിയും പൂങ്കിനാവുമായി ചാരേ നിന്നു തപസ്വിനി. ഉലകത്തിൻ സഖിയായി വിരിമാറിൽ കുളിരായി ഏഴു സ്വരങ്ങൾ പാടാൻ വന്നു ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിതാന്തമാം തെളിമാനം പൂത്ത നിശീഥിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. എൻ മനസ്സിൻ താഴ്വരയിൽ. എൻ മനസ്സിൻ താഴ്വരയിൽ. ബ്യൂട്ടിഫുൾ, സൂപ്പർ. അരുൺ ചേട്ടാ അടിപൊളി. Thank you. ഉഷാർക്ക് ഉഷാർ. താങ്ക് യു, ഔസേപ്പച്ചൻ സാർ. അരുൺ മനോഹരമായിരിക്കും. താങ്ക് യു സാർ. വെറുതെ പറയുന്നതല്ല കേട്ടാ, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത അറിയാലോ, പൂത്തു. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഇതിന്റെ ഒരു സംഗതി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് അതൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ? ഒറിജിനലാണോ? സെൽഫായിട്ട് ചെറിയ ഇംപ്രവൈസേഷൻസ് വരുത്തിയിട്ടുണ്ട്. അതെ അതെ സെൽഫ് ഇംപ്രവൈസേഷൻ. അതെ. അങ്ങനെയൊക്കെ എന്തോ പാടി അതെ. ഒരു സ്ഥലത്ത് പൂവിലാണ് സംഗതി, പക്ഷെ തൂലേക്ക് അത് മാറ്റി. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. ത്രൂ ഔട്ട് ആ ഫീല് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. കുറച്ച് സ്ഥലങ്ങളിൽ ആ ചരണമൊക്കെ വരുമ്പോൾ ഒരു ചെറിയ അത് ആ ഹൈപ്പിച്ച് എത്തുമോ എന്നുള്ള ഒരു ചെറിയൊരു ടെൻഷൻ കാരണം അവിടെ വോയിസ് ഒന്ന് ചെറുതായിട്ട് ഒരു കൺസ്ട്രെയിൻ ആവുന്നുണ്ട്, നമുക്ക് ആ പിടുത്തം വരുന്നുണ്ട്. അത് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ധൈര്യമായിട്ട് പാടാവുന്നതേ ഉള്ളൂ. തെറ്റിയാൽ എന്താ, ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ ഇരിക്കുന്നത്, അതൊന്നും ഒരു പ്രശ്നമല്ല. അത് മാത്രം മെയിനായിട്ട് ഇത് തെറ്റോ എന്ന് പേടിച്ചിട്ട് വളരെ കോഷ്യസ് ആയിട്ട് പാടുന്ന പോലെ പാടുന്നു. കോഷ്യസ് ആവേണ്ട കാര്യമില്ല, അത് നിങ്ങൾ മുഴുവനും കുറ്റം പറയാൻ പറ്റില്ല. ഇതൊരു മത്സരവേദിയാണ്, അപ്പോൾ ഇത് തെറ്റോ എന്നുള്ളതൊക്കെ നാച്ചുറലാണ്. പക്ഷെ എന്നാലും ഇനി അത് അങ്ങനത്തെ അതൊന്നും വേണ്ട. തീർച്ചയായിട്ടും സാർ, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ മാത്രമാണ് ഇതിൽ ഫീൽ ചെയ്യുന്നത് ഞങ്ങൾക്ക്, വേറെ ഒന്നുമല്ല. പാടുന്നത് നല്ലതാണ്, പക്ഷെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. ക്യാൻ യു സിങ് ഇറ്റ്? വെറുതെ 2 ലൈൻ പല്ലവി ഒന്ന് പാടും, ടെൻഷനും ഇല്ലാണ്ട് പാടും. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിതാന്തമാ തെളിമാനം പൂത്ത നിശീഥിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഓക്കെ, മനസ്സിലായെന്നറിയാം. പക്ഷെ എന്നാലും ആ ടെൻഷൻ അവിടെ കൂടെ കിടക്കുന്നുണ്ട്. അത് മാറ്റിക്കോളൂ, ധൈര്യമായിട്ട് പാടിക്കോളൂ. നമ്മൾക്ക് വേണ്ടി മാത്രം പാടിയാൽ മതി, മറ്റുള്ളവർക്ക് വേണ്ടി പാടണം. നമ്മളത് ആസ്വദിച്ച് അങ്ങോട്ട് പാടും. ഓക്കെ, തുടങ്ങിയല്ലോ സാറേ എൻ്റെ ഒരു ഐ നോ ഞാൻ നിങ്ങൾക്കിതൊരു ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അത് സന്തോഷമാണ് പറഞ്ഞു തരുമ്പോ കിട്ടുന്ന ഒരു. അത് നിങ്ങളോട് പറഞ്ഞു തരാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ നന്നായി പാടുന്നോണ്ടാ. ഇപ്പൊ ജീവിയ പാടിയെന്ന് വെച്ചാൽ നമ്മളിത് പറഞ്ഞു കൊടുക്കും. അവിടെയും അപമാനമല്ല, ജീവിക്ക് അഭിമാനമല്ലേ പാടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറയുന്നത് യു ഗോട്ട് ഇറ്റ് അല്ലേ? നമുക്ക് ഫീല് കൊടുക്കുന്നുണ്ട്, സംഗതി പാടാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു പേടി കാരണം പലയിടത്തും അത് ഇങ്ങോട്ട് മുഴുവനാക്കാൻ ചെറുതായിട്ടൊന്ന് പാളിച്ചകൾ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, മഞ്ജരി. ജീവ, എനിക്ക് ശരിക്കും ഈ ഒരു പാട്ട് കേട്ടപ്പോൾ നമ്മള് വേറെ ഏതോ ഒരു ലോകത്തെത്തിയ ഒരു ഫീലാണ് കിട്ടിയത്. ഒന്നാമത് ആ പാട്ടിന്റെ ഒരു ക്വാളിറ്റി, ആ പാട്ട് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു, അതിപ്പം യൂഷ്വലി ആര് പാടിയാലും, ചില പാട്ടുകൾ അങ്ങനെയുണ്ട്, ആര് പാടിയാലും പാട്ടിന് ഓൾറെഡി ഒരു ജീവനുണ്ട്. അതായത് ഞാൻ പറയുന്നത് 90% പാട്ടിലുണ്ട്, പക്ഷെ എന്നാലും ആ 10% കൊടുക്കണം, സിംഗർ ചെയ്യണം. നിങ്ങൾ പാടുമ്പോഴത്തേക്ക് എനിക്കൊരു ഫീലിംഗ് വന്നു ആ പാട്ട് കേൾക്കുമ്പം. ചില ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇമോഷൻസ് വന്നിരുന്നു, ചില ഡൈനാമിക്സ് ഒക്കെ, തെളിമാനമൊക്കെ നല്ല ഡൈനാമിക്സ് ഉണ്ടായിരുന്നു പാടുമ്പോൾ. ആ മ്യൂസിക്കിന്റെ കൂടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പാടുന്നത്. അതാണ് കേൾക്കാൻ ശരിക്കും
ഒരു കേൾവിക്കാരി എന്നുള്ള രീതിയിൽ കേൾക്കുവാണെങ്കിൽ അതിമനോഹരമായിരുന്നു. ഇപ്പം ജഡ്ജിങ് എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ, ചെറിയ ചെറിയ പാളിച്ചകൾ സ്വാഭാവികം. പാട്ട് പഠിക്കാതെ നിങ്ങൾ ഇത്രയും വന്നല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് വളരെ ഇത് എന്താണ് കൂലംകർഷമായി നോക്കി വെട്ടിമുറിക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളായിട്ട് പറഞ്ഞു തരുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. സാറ് പറഞ്ഞ മനസ്സിൽ കിടക്കണ്ട, ഇനി പൂർവാധികം ശക്തിയായിട്ട് ഉറപ്പായിട്ടും. അത്രേ ഉള്ളൂ. ഇതിൽ വേറെന്താ? ആരും ഇത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമോ അല്ലല്ലോ. എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് പാട്ട് കേൾക്കാൻ വന്നിരിക്കുന്നവരാ. അപ്പൊ അവരെ സ്നേഹിക്കുക, നമ്മൾ പാട്ടിനെ സ്നേഹിക്കുക, ഇതൊക്കെ തന്നെ മാറിക്കോളും. പേടിയും വേണ്ട, ടെൻഷനും വേണ്ട, അതങ്ങോട്ട് കളയും. ഓക്കെ, തീർച്ചയായിട്ടും സാർ. എല്ലാ വേദികളും പാടുമ്പോഴും തന്നെ ചിന്തിക്കണം കേട്ടോ. ഓക്കെ. ഇപ്പൊ ഈ പാട്ട് പാടിയപ്പോ മേഡം ഒരു 2 ലൈൻ ഒന്ന് പാടി കേട്ടാ കൊള്ളാന്നുണ്ട്. ഈ പാട്ടോ? ഈ പാട്ട് ഞാൻ പറയാൻ വരുമായിരുന്നു. ഈ പാട്ടിന്റെ കാര്യമല്ല, എന്നുവെച്ചാൽ ചില പാട്ടുകൾ കേൾക്കുമ്പം നമ്മൾ മറ്റ് പല പാട്ടുകളിലേക്ക് നമ്മൾ സഞ്ചരിക്കും. അത് കോപ്പി ആയതുകൊണ്ടല്ല, അതിന്റെ ഒരു രസം പിടിച്ചു വരുമ്പം അത്തരത്തിലുള്ള ഇമോഷൻസ് കൊണ്ടുവരുന്ന മറ്റു പല പാട്ടുകളുണ്ട്. ആ രാഗമായിരിക്കാം, ആ റൂട്ട് പോകുന്നതായിരിക്കാം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന 2 പാട്ടുകളുണ്ട്. അത് ചുമ്മാ ഒന്ന് മൂളി പോവാം. തീർച്ചയായിട്ടും. ഇപ്പം അദ്ദേഹം പാടിയത് ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം, ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ, ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. एक प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है. एक प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है. കണ്ണാ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമേ കിളിമരത്തണലോരം, കളിയാടാമേ കിളിമരത്തണലോരം, കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. വോയിസ് ഓഫ് കേരളയ്ക്ക് സല്യൂട്ട്. എന്തിനാണെന്നറിയോ? ഉണ്ണികളെ കഥ പറയുന്ന ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ പാടി കേൾക്കുന്നത്. ഇതുവരെ പാടി കേട്ടിട്ടില്ല. നമ്മളെ അവസാനം കറങ്ങി തിരിഞ്ഞ് ഔസേഫ് സാറിന്റെ അടുത്ത് എടുത്തെത്തി. കണ്ണാൻ തുമ്പി. നിങ്ങൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ കൊണ്ടുവരുമ്പോൾ ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് വലിയ സന്തോഷം വരുന്നത് ഇങ്ങനെ മറ്റു പാട്ടുകളിലേക്ക് സഞ്ചരിച്ച് പോകുമ്പോഴാണ്. താങ്ക് യു, ഈ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിൽ താങ്ക് യു സോ മച്ച്. മനോഹരമായിട്ട് പാടുകയും ചെയ്തു. ഇനിയും മുന്നോട്ട് ഭംഗിയായിട്ട് പാടാൻ സാധിക്കും. കഴിഞ്ഞ തവണ എത്രയായിരുന്നു മാർക്ക്? 83. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ മാർക്ക് ഹൈഡ് ചെയ്ത് വെക്കും. എലിമിനേഷൻ ഒക്കെ ആകുമ്പോൾ പറയാം. ഓക്കെ. പിന്നെ ആദ്യത്തെ പാട്ട് ടെലികാസ്റ്റിന് ശേഷം ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് അയച്ചോ? പിന്നെ മെസ്സേജ് അയച്ചു. സന്തോഷം. എല്ലാവർക്കും നല്ല അഭിപ്രായം പറഞ്ഞത്. നല്ലതായിട്ട് ജഡ്ജസിന്റെ കമന്റ് കേട്ടിട്ടായാലും അടുത്ത് വന്നവർ കെട്ടിപ്പിടിക്കുകയും കൈതൂരും ഒക്കെ ചെയ്തല്ലോ. ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും, കണ്ടവർക്കും, എനിക്കും അമ്മയ്ക്കൊക്കെ. ഈ പാട്ട് കൂടെ കേട്ട് കഴിയുമ്പോൾ ആ സന്തോഷം ഇരട്ടിയാകുമ്പോൾ കുറെ കൂടെ സ്നേഹം കിട്ടും. ഓക്കെ. അപ്പോൾ താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച് കേട്ടോ.
അപ്പോ തൽക്കാലം ഇന്നത്തേക്ക് വിട. അടുത്തൊരു ഉഗ്രൻ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.